നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായ വാർത്ത അക്ഷരാർത്ഥത്തിൽ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ തീപിടുത്തമുണ്ടായതിന്റെ മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ICU വാർഡിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ പറയുന്നത് പോലെ തന്നെ അകത്ത്, അതായത് ഈ ഒരു കൂട്ടിരിപ്പുകാരൊക്കെ പുറത്തുണ്ടായിരുന്നു. പെട്ടെന്നൊരു വലിയ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ട് അവരെല്ലാം പരിഭ്രാന്തരാകുന്നു. പിന്നാലെയാണ് അതിന്റെ അകത്ത് ICU വാർഡിൽ തീപിടുത്തം ഉണ്ടായി എന്നൊരു വിവരം വരുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ആശങ്ക, മണിക്കൂറുകളോളം നീണ്ടുനിന്ന ആശങ്ക, ഉടനടി തന്നെ ആളപായൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു അപകടം തലനാരിഴയ്ക്ക് വലിയൊരു ദുരന്തം ഒഴിവായി പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു പ്രത്യേകത വിഭാഗത്തിലെ ഈ പോർട്ടബിൾ വെന്റിലേറ്റർ മെഷീനാണ് കത്തിയതെന്നാണ് വിവരം. മാത്രമല്ല, തീപിടുത്തത്തെ തുടർന്ന് ICUലുള്ള മുഴുവൻ രോഗികൾ, ICUവിൽ ഒരു 33ഓളം രോഗികൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ രോഗികളെല്ലാവരും വളരെ സുരക്ഷിതമായി തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഫയർഫോഴ്സ് ഉടൻ എത്തുന്നു, പോലീസ് എത്തുന്നു. അത് മാത്രമല്ല, മേയർ എത്തുന്നു, വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. എന്തായാലും നമുക്കറിയാം, ഈ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ മുൻവശം ഇവിടെ രോഗികളുടെ കൂട്ടിരിപ്പുകാരൊക്കെ ഇരിക്കുന്നതാണ്. അപ്പൊ അവർക്കുണ്ടായ ഒരു ആശങ്ക, അത്രയും നേരം അതൊരു ശബ്ദം കേൾക്കുന്നു, പിന്നാലെ രോഗികളെയൊക്കെ കൂട്ടിരിപ്പുകാരെയൊക്കെ പുറത്തേക്ക് മാറ്റുന്നു, തീപിടുത്തം ഉണ്ടായി എന്ന വിവരം വരുന്നു. അപ്പൊ എന്താണെന്ന് അറിയാതെ വളരെയധികം ആശങ്കയോടെ കുറെ നേരം ഇവർ പുറത്തിരിക്കുന്നവരൊക്കെ ഒരു മണിക്കൂറുകളോളം ആശങ്കയുടെ നിമിഷങ്ങളിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു അവരറിഞ്ഞത്? ഈ ഒരു സമയത്ത്, ഈ ഒരു തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന 2-3 പേർ മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. അവരെന്താണ് അറിഞ്ഞത്, ആ ഒരു ആശങ്ക എങ്ങനെയായിരുന്നു എന്ന് അവർ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക്. ഇത് അറിഞ്ഞത് തീ കണ്ടതാണോ അതോ അറിയിപ്പാണ്? ഇവിടുന്ന് ഒരാള് കണ്ട് അങ്ങനെ പറഞ്ഞു ഇവിടെ പുറത്തിരുന്നവര് ഭയങ്കര ആശങ്കയായിരുന്നു. ഒരുപാട് എല്ലാവർക്കും ആശങ്കയായിരുന്നു. ആർക്കും ഒരു കുഴപ്പം പറ്റിയില്ല. എല്ലാത്തിനും അപ്പോഴത്തെ രോഗികളെ നമ്മൾ എല്ലാത്തിനും ഷിഫ്റ്റ് ചെയ്തു. എല്ലാത്തിനും എല്ലാം ആശുപത്രി ജീവനക്കാരും ഫയർഫോഴ്സും രോഗികളും കൂട്ടിരുന്നവരെല്ലാം കൂടെ കണ്ട് അതുപോലെ എല്ലാവരും ഇവിടുന്ന് മാറ്റി. ആർക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അത്ര നല്ല കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ രോഗികളെ മാറ്റിയുള്ള അവസരം ഉണ്ടായി. ഇപ്പോഴും ആശങ്ക മാറിയില്ല. എന്നാലും അവരെ കണ്ട് അവിടെ ചെയ്ത് അഡ്മിറ്റ് ചെയ്ത രോഗികളെ കണ്ട് കാണുന്നവർ അവർക്ക് ഒരു ആശങ്ക തന്നെയാണ്. എങ്ങോട്ടാണ് മാറ്റിയത്? അത് ഇവിടെ അടുത്തുള്ള വേറെ ഓരോ സ്ഥലങ്ങളിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ ആശുപത്രിക്കകത്ത് തന്നെ ഉണ്ട്. ഈ ഏതെങ്കിലും ഒരു ബ്ലോക്കിനകത്തായിരിക്കും അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. വേറെ കുഴപ്പങ്ങളൊന്നും വല്ല സൂക്കാറ്റ് മാറി. ഈ സംഭവം കണ്ടായിരുന്നോ? ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പെട്ടെന്ന് സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് ഒരു ബഹളം, പിന്നെ ഒരു നിലവിളിയും ബഹളം. ഞങ്ങൾ കഴിച്ച് ആരെങ്കിലും മരണപ്പെട്ടപ്പോ ആരെങ്കിലും നിലവിളിക്കുമായിരിക്കും. പിന്നെ പെട്ടെന്ന് നോക്കിയാൽ പുകയളവ്. അപ്പോഴും ഞങ്ങളെ എല്ലാവരെയും പുറത്താക്കി ക്ലാസ് ഇവിടെ അങ്ങ് അടച്ചു. കുറച്ച് കഴിയുമ്പോ എല്ലാവരെയും ICU കിടന്നവരെല്ലാം എടുത്തോട്ട് ഇതിലെ കൊണ്ടുപോയി. എന്റെ ഹസ്ബൻഡും ആ കൂട്ടത്തിലുണ്ട്. പുകയൊക്കെ കണ്ടോ? ശരിക്കും ശബ്ദം മാത്രമേ കേട്ടു. ശബ്ദം കേട്ടിട്ട് പിന്നെ ആകെ പുകയായിപ്പോയി. പുകയായപ്പോ അപ്പോഴേ ഞങ്ങൾ എല്ലാവരെയും പുറത്താക്കി ഇറക്കി. ഈ കൂട്ടിരിപ്പുകാർ അകത്തായിരുന്നു അല്ലേ? അകത്ത് നിന്നേ ഞങ്ങള്. ഈ കരച്ചിലൊക്കെ കേട്ടത് എവിടെ നിന്നാണ്? ഈ രോഗികൾ കരഞ്ഞതാണോ അതോ? അല്ല, രോഗികൾ കരഞ്ഞതല്ല. അവിടെ നിന്നൊരു ബഹളം വെച്ച് അപ്പോഴേ എല്ലാവരും ഓടിയെത്തി. ഇപ്പൊ രോഗികളെ കൊണ്ട് ഇഞ്ഞു കൊണ്ടുപോയി. ഇപ്പൊ അറിയുന്നത് സേഫ് ആണെന്ന് അറിയുന്നത്, കുഴപ്പമൊന്നുമില്ല. അകത്ത് നിന്ന് എന്ത് അറിയിപ്പാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത്? ഇപ്പോ ചേച്ചിയുടെ ആരാണ് എന്ത് പറ്റിയതാണ്? ആക്സിഡന്റ് ആയിട്ട് കൊണ്ടു 4 ദിവസമായി. ഇന്നലെയാണ് സർജറി കഴിഞ്ഞത്. തലയ്ക്കായിരുന്നു പരിക്ക്. എന്താ എന്ത് പറ്റിയ ഹസ്ബൻഡിന്? ബൈക്കും കാറുമായിട്ട് കൂട്ടിയിടിച്ച് തലയ്ക്ക് പരിക്കുണ്ട്. ഇപ്പോഴേ അന്ന് 4 ദിവസമായി. ഇന്നലെയാണ് സർജറി കഴിഞ്ഞത്. ഇവരെ ഓർമ്മയില്ല, കൊണ്ടുവന്നപ്പോഴേ ഓർമ്മയില്ല. ഇതേവരെയും ഒരു ഓർമ്മയില്ല. 4 ദിവസമായിട്ട് ICUലാണ്. ഇപ്പൊ ഈ പുറത്തേക്ക് മാറ്റി വേറെ അടുത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിച്ചായിരുന്നു? ഇവിടെ അകത്ത് ഞങ്ങൾ കണ്ട് കൊണ്ടുപോണത്. ഇപ്പൊ വന്ന് പറഞ്ഞ് അകത്ത് ഒരു സേഫ് ആണെന്ന് പറഞ്ഞു. അവിടെ കിടക്കുന്ന സേഫ്, കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. ആകെ ഒരു ബഹളമായിരുന്നു. എന്താണ് സംഭവിക്കണമെന്ന് അറിയാതെ എന്ത് പറ്റിയെന്ന് അറിയാം. അവർക്ക് അവിടെ കിടക്കുന്നവർക്ക് വല്ലതും സംഭവിക്കുന്നുള്ള ഒരു അപ്രാളവും ഇതൊക്കെ ആയിരുന്നു. നിലവില് ആശങ്ക ഒന്നും ഇല്ലല്ലോ? ഇപ്പൊ കുഴപ്പമില്ലെന്നാ. ഇപ്പൊ സമാധാനമുണ്ട്. സേഫ് ആണെന്ന് അറിഞ്ഞപ്പോ സമാധാനമായി. ഇപ്പം മന്ത്രി മേയർ വന്നിരുന്നു, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ സാർ വന്നിരുന്നു. അവര് കുഴപ്പമില്ല, വേറെ പേടിക്കുന്നതൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അവര് പറഞ്ഞു.
എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്. ആശങ്കയുണ്ട്. ഇപ്പോഴും ഒന്ന് നേരിട്ട് കണ്ടിട്ടെല്ലാം സമാധാനമില്ല കിടക്കുന്നവരെയൊക്കെ. എന്തായാലും മാറ്റുന്നത് കണ്ടല്ലോ. ആ മാറ്റുന്നത് കൊണ്ടുപോണത് കണ്ട് കണ്ട് ഒരു എത്ര മണിയാകും ഇത് സാധനം ഏകദേശം? സമയം നോക്കി അറിയാൻ വയ്യായിരുന്നു. ആ സമയത്ത് സമയം നോക്കാന്നുള്ള